നമസ്കാരം, ഞാൻ ഉന്മേശ്വരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. പോലീസ് കാടത്ത്. മാധ്യമപ്രവർത്തകന് നേരെ വനം പോലീസ് വകുപ്പുകളുടെ പ്രതികാര നടപടി. വനം വകുപ്പിന്റെ വ്യാജ പരാതിയിൽ 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ അർദ്ധരാത്രി വീട് വളഞ്ഞായിരുന്നു അറസ്റ്റ്. കസ്റ്റഡിയിൽ സ്റ്റേഷനിൽ വെച്ച് റൂബിൻ ലാലിന് മർദ്ദനമേറ്റത് പ്രതിഷേധത്തിന് കാരണമായി. ഇതിനിടെ റൂബിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനായി മാറ്റി. ഇന്നലെ രാത്രിയാണ് റൂബിൻ ലാലിനെ അതിരപ്പള്ളി സിഐയുടെ നേതൃത്വത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയായിരുന്നു നടപടി. പോലീസ് വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ റൂബിൻ ലാലിനെ മർദ്ദിച്ചതായി ആക്ഷേപമുണ്ട്. റൂബിന്റെ ഫോൺ പോലീസ് എറിഞ്ഞു തകർക്കുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിച്ച ശേഷവും സിഐയുടെ നേതൃത്വത്തിൽ അസഭ്യവർഷവും മർദ്ദനവും ഉണ്ടായതായി റൂബിൻ ലാൽ വ്യക്തമാക്കി. രാത്രി മുഴുവൻ അടിവസ്ത്രം മാത്രം ഇടാൻ നൽകിയെന്നും റൂബിൻ പറഞ്ഞു. മർദ്ദനം എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ സി ഐ ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. അതേസമയം ഉച്ചയോടെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ റൂബിൻ ലാലിനെ കോടതി റിമാൻഡ് ചെയ്തു. റൂബിന്റെ ജാമ്യാപേക്ഷ നാളെ തന്നെ കോടതി പരിഗണിക്കും. പോലീസ് മർദ്ദനത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചു. ഇന്നലെ കാട്ടുപന്നി വാഹനമിടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻ ലാലിനെ വനം ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വനം മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിക്കുന്നതിനായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയത്. 24 തൃശൂർ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് തത്സമയം. അശ്വിൻ, വനം വകുപ്പിന്റെ കള്ളപ്പരാതി, പോലീസിന്റെ ഭീകരത, എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വിൻ? ഉന്മേഷ്, എന്തായാലും ഈ വനം വകുപ്പും പോലീസും തമ്മിലുള്ള ഒരു ഗൂഢാലോചനയുടെ പിന്നാമ്പുറ കഥകളാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ റൂബിനെ വനമേഖലയിൽ വെച്ച് ആദ്യഘട്ടത്തിൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്നത്, ചത്ത ഈ വാഹനമിടിച്ച് പരിക്കേറ്റ് കിടക്കുന്ന കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ളതാണ്. അതിനവർ ന്യായമായി പറയുന്നത് കാട്ടുപന്നി കിടക്കുന്നത് വനമേഖലയിലാണ്, അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്താനാവില്ല എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെ വലിയ മർദ്ദനവും അസഭ്യവശവും ഒക്കെ റൂബിന് നേരിടേണ്ടിയും വന്നു. അത് വാർത്തയായി പരാതിയായതിനു പിന്നാലെ വനം വകുപ്പ് മന്ത്രി വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ആ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയാണ് മണിക്കൂറുകൾക്ക് ശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകുന്നത്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി പോലീസ് അതിൽ നടപടിയെടുക്കുന്നു. അർദ്ധരാത്രി വീട് വളഞ്ഞ് റൂബിനെ മൃഗീയമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. സ്റ്റേഷനിലേക്ക് പോകും വഴി വാഹനത്തിൽ വെച്ച് മർദ്ദനം നേരിടുന്നു. ഒപ്പം പോകുന്ന വഴി റൂബിന്റെ മൊബൈൽ ഫോൺ തകർക്കുന്നുണ്ട്. ആ മൊബൈൽ ഫോണിലാണ് റൂബിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്നതിന്റെ ദൃശ്യങ്ങളും ഒപ്പം മുൻകാലങ്ങളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പല ചെയ്തികളും റൂബിൻ വാർത്തയാക്കിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും രേഖകളും അടക്കം ആ ഫോണിലാണ് ഉണ്ടായിരുന്നത്. അത് ഈ അതിരപ്പള്ളി CI ആയ ആള് ആ ഫോൺ തകർത്ത് കളയുകയും റോഡിലിറങ്ങി തല്ലി തകർക്കുകയും അവിടെ നിന്ന് തോട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അങ്ങനെ വലിയ ഗൂഢാലോചന വനം വകുപ്പും പോലീസും തമ്മിൽ ഈ വിഷയത്തിൽ നടത്തി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. എന്തായാലും നിലവിൽ റൂബിനെതിരെ ചുമത്തിയിട്ടുള്ളത് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസുകളാണ്, വകുപ്പുകളാണ് എന്നുള്ള സംശയമില്ല. എന്തായാലും നാളെ ചാലക്കുടി കോടതിയിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ഒപ്പം കസ്റ്റഡി മർദ്ദനം എന്നുള്ള ആരോപണമുണ്ട്. അതിൽ റൂബിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും കോടതിയിൽ ധരിപ്പിച്ചിട്ടുണ്ട്. അതിൽ അതിരപ്പള്ളി CI കൃത്യമായ മറുപടി നൽകേണ്ടി വരും നാളെ കോടതിയിൽ. എന്തായാലും നാളെ കോടതി നടപടികൾ കൃത്യമായി നടക്കും. അതിൽ ആണ് ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്നത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഫാസിസ്റ്റ് നടപടിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വിമർശിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കിഫ പ്രതിഷേധ മാർച്ച് നടത്തി. വ്യാജ പരാതി കിട്ടിയതും കൊടും കുറ്റവാളിയെപ്പോലെ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച് പീഡിപ്പിച്ച അതിരപ്പള്ളി പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ദൃശ്യമാധ്യമ പ്രവർത്തകനെ, പ്രാദേശിക പ്രവർത്തകനെ രാത്രി അതിക്രമിച്ച് കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അടിവസ്ത്രത്തിൽ നിൽക്കുകയാണ്. കാരണം പരാതി പറയാൻ പാടില്ല. ഇതാണ് നടക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്താ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. ഫാസിസത്തിന് പുതിയ ഉദാഹരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. ജനാധിപത്യമൊക്കെ പൂത്തുലയല്ലേ ഇവിടെ, പത്രസ്വാതന്ത്ര്യമൊക്കെ. അതുകൊണ്ട് ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ മുഖം.
പറയുന്നത് അവിടെ ഫാസിസം ഇവിടെ ഫാസിസം എന്നൊക്കെ പറയും. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഫാസിസം ഗവൺമെന്റ് നടപ്പാക്കുന്നത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കർഷക സംഘടനയായ കിഫ പ്രതിഷേധ മാർച്ച് നടത്തി. ഫോറസ്റ്റിന്റെ കാട്ടിൽ മതി കാട്ടുനീതി, മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. ഫോറസ്റ്റുകാരുടെ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം മീഡിയയിൽ കൂടെ പുറത്തു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ലാലിനെ പോലെ ഒരു ഇടപെട്ടുകൊണ്ട് 2021 12 പേര് മരിച്ചിട്ട് പിന്നീട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് ഇത്തരം പ്രവർത്തകർ ഓടി നടന്ന് പ്രവർത്തിക്കുന്നുകൊണ്ടാണ്. ഈ പാവപ്പെട്ട റൂബിലാലിന് എന്ത് നിയമലംഘനമാണ് അദ്ദേഹം നടത്തിയത്? ഞങ്ങൾക്കറിയണം. ജാമ്യമില്ലാത്ത വകുപ്പ്. ഏത് ആനേനെയാണ് വെടിവെച്ചത് അദ്ദേഹം? ഏത് മൃഗത്തെയാണ് ഉപദ്രവിച്ചത്? പോലീസ് നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്നും നടപടി വേണമെന്നും UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ ഇടപെടാത്ത വനംവകുപ്പിന് മാധ്യമപ്രവർത്തകനെ കുടുക്കാൻ എന്തിനിത്ര തിടുക്കമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചു. അറസ്റ്റ് ദുരൂഹമെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും പ്രതികരിച്ചു. നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമെന്ന് KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി കിരൺ ബാബു കുറ്റപ്പെടുത്തി. 24 തൃശൂർ. മദ്യനയത്തിലെ ഇളവിന് സർക്കാരിന് കോഴ നൽകിയെന്ന ആരോപണം നിഷേധിച്ച് ബാർ ഉടമ അനിമോൻ കെട്ടിടം വാങ്ങാനുള്ള ഫണ്ട് പിരിക്കാൻ അസോസിയേഷൻ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി. അതേസമയം കെട്ടിടം വാങ്ങാൻ അംഗങ്ങളിൽ നിന്ന് 1 ലക്ഷം രൂപ വീതം നേരത്തെ വാങ്ങിയിരുന്നു. വീണ്ടും പണം ആവശ്യപ്പെട്ട് അനിമോൻ വാട്സാപ്പ് സന്ദേശമയച്ചതിൽ ദുരൂഹത തുടരുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ചതിന്റെ ദേഷ്യത്തിൽ ശബ്ദ സന്ദേശം അയച്ചെന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് അനിമോൻ നൽകിയ മൊഴി. സർക്കാരിന് കോഴ നൽകിയിട്ടില്ലെന്നും കെട്ടിട ഫണ്ട് പിരിക്കാൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും അനിമോൻ പറഞ്ഞു. അതേസമയം കെട്ടിട നിർമ്മാണ ഫണ്ടുമായി അസോസിയേഷൻ തന്നെ ഇറക്കിയ പോസ്റ്ററാണിത്. ഇതിൽ പറയുന്നത് കെട്ടിട നിർമ്മാണ പിരിവ് 1 ലക്ഷം രൂപയെന്നാണ്. തലസ്ഥാനത്തെ ആസ്ഥാന മന്ദിരത്തിനായുള്ള പിരിവ് നേരത്തെ തന്നെ ബാർ ഉടമ അസോസിയേഷൻ ആരംഭിച്ചിരുന്നു. മദ്യനയത്തിന്റെ കാര്യത്തിൽ ടൂറിസം വകുപ്പ് അമിതമായി ഇടപെടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അമിതമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി. എന്നിട്ട് പറയുന്നത് അതിൽ ഒരുപാട് ചർച്ച ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു. ബാർക്കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് അറിവുണ്ടെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മുഖ്യമന്ത്രി അറിയാതെയാണ് ബാർക്കോഴ നടന്നത് എന്ന് വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല. ടൂറിസം വകുപ്പും എക്സൈസ് വകുപ്പും ബാർ ഉടമകളുമായി യോഗം നടത്താനെടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴക്കുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് എന്നെ ഇതിൽ വലിച്ചിഴക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാണ്. ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. വിഷയത്തിൽ തനിക്കൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും ഗവർണർ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. KSU പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ 4 പേർക്ക് സസ്പെൻഷൻ. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ നേതാക്കളെയാണ് NSCUI നേതൃത്വം സസ്പെൻഡ് ചെയ്തത്. അതിനിടെ ക്യാമ്പിൽ പങ്കെടുത്ത 70% പേരും മദ്യപിച്ചാണ് എത്തിയതെന്ന് സസ്പെൻഷൻ നേരിട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ 24നോട് പറഞ്ഞു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി ഏഞ്ചലോ ജോർജ്, തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അല്ലമീൻ അഷറഫ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആര്യനാട് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അല്ലമീൻ അഷറഫ്, ജെറിൻ ആര്യനാട് എന്നിവരെ ക്യാമ്പിലുണ്ടായ തർക്കങ്ങളുടെ പേരിലാണ് സസ്പെൻഡ് ചെയ്തത്. അനന്തകൃഷ്ണൻ, ഏഞ്ചലോ ജോർജ് എന്നിവർ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്നാരോപിച്ചാണ് നടപടി. KPCC അധ്യക്ഷൻ K സുധാകരനൊപ്പം നിന്നതാണ് നടപടിക്ക് കാരണമെന്ന് അനന്തകൃഷ്ണൻ ആരോപിച്ചു. KPCC അധ്യക്ഷനെ ഈ ക്യാമ്പിലേക്ക്, നെയ്യാറിൽ നടന്ന ക്യാമ്പിലേക്ക് ക്ഷണിച്ചില്ല എന്ന വാസ്തവമുണ്ട്. ആ വാസ്തവം പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ പേരിലും KPCCക്കെതിരെയും ബഹുമാന്യനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ K സുധാകരനെതിരെയും അനാവശ്യമായി വാർത്ത കൊടുത്തത് ഈ KSUവിൻ്റെ കുറച്ച് ആളുകളാണ്. KPCC നേതൃത്വത്തെയോ KPCC അധ്യക്ഷനെയോ ക്യാമ്പ് അറിയിച്ചിരുന്നില്ലെന്ന വാദം പ്രതിപക്ഷ നേതാവ് തള്ളി. അതെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു. KSU പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് KPCC പ്രസിഡന്റിനോട് പറഞ്ഞാണ്. KSU പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ്. പാർട്ടി അറിയാതെ എന്ന നെയ്യാറ് ഡാമിൽ പരിപാടി നടക്കുന്നത്. ക്യാമ്പിലുണ്ടായ തർക്കങ്ങൾ അന്വേഷിക്കാൻ KSU സംസ്ഥാന കമ്മിറ്റിയും അന്വേഷണ കമ്മീഷനെ ഉടൻ പ്രഖ്യാപിക്കും. തമ്മിലടിയെ ഗൗരവത്തോടെയാണ് KPCC നേതൃത്വവും കാണുന്നത്. വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം KPCC നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് നടപടിയുണ്ടാവും. KSU സംസ്ഥാന കമ്മിറ്റിയിൽ അഴിച്ചുപണി നടത്തുന്നതും ആലോചനയിലുണ്ട്. 24 തിരുവനന്തപുരം. ഗുണ്ടയ്ക്കൊപ്പം വരുന്നുണ്ട് DYSP.
ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും പോലീസ് ഉദ്യോഗസ്ഥരും. ഗുണ്ടാ നേതാവ് തമ്പനം ഫൈസലിന്റെ വീട്ടിൽ പരിശോധനയ്ക്കായി SI എത്തിയതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു. വിരുന്നിൽ പങ്കെടുത്ത 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. DIGക്ക് റിപ്പോർട്ട് നൽകിയെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന അറിയിച്ചു. എറണാകുളം അങ്കമാലിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടാ നേതാവ് വിരുന്നൊരുക്കിയത്. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലെ പുളിയാനത്തെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുക്കാനാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവും പോലീസുകാരും എത്തിയത്. ഇതിനിടെയാണ് ഗുണ്ടാ സംഘങ്ങൾക്ക് എതിരെയുള്ള ഓപ്പറേഷൻ ആഗ്യന്റെ ഭാഗമായി അങ്കമാലി SIയും സംഘവും ഫൈസലിന്റെ വീട്ടിലെത്തിയത്. പരിശോധനയ്ക്കെത്തിയ അങ്കമാലി SIയെ കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു. സംഭവത്തിൽ DIGക്ക് ആലുവ റൂറൽ SP റിപ്പോർട്ട് നൽകി. ആ സമയത്ത് ഈ RHSലെ കൂടി ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. സോ അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരിനെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി DIG സർക്കാർ അയച്ചിട്ടുണ്ട്. ഡിവൈഎസ്പിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്ത ജോളിമോൻ, ദീപക് എന്ന പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഈ മാസം 31-ന് വിരമിക്കാനിരിക്കുകയായിരുന്നു MG സാബു. സംഭവം വിവാദമായതോടെ യാത്രയയപ്പിനായി ഒരുക്കിയ പന്തൽ പൊളിച്ചു നീക്കി. 24 കൊച്ചി. ഈ വിഷയത്തിൽ ഇപ്പോൾ DIG പുട്ട വിമലാതിയുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്. എറണാകുളം റൂറൽ SPയുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം നടപടിയെന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. മോദി ഗ്യാരണ്ടിയുടെ വാറന്റി അവസാനിക്കാറായി. ദക്ഷിണേന്ത്യയിൽ മാത്രം ഇന്ത്യ മുന്നണിക്ക് 100-ലധികം സീറ്റ് കിട്ടും. കേരളത്തിൽ വിഭാഗീയ ശക്തികൾക്ക് ഇടമില്ലെന്നും കേരള മോഡൽ പൊളിറ്റിക്സ് രാജ്യത്തിന് ആവശ്യമാണെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. വിഭാഗീയ ശക്തികൾക്ക് ഇടമില്ലാത്തതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതെന്നും മുസ്ലിം ലീഗ് കോഴിക്കോട്ട് സംഘടിപ്പിച്ച സ്നേഹ സദസ്സിൽ പങ്കെടുത്ത് രേവന്ത് റെഡ്ഡി പറഞ്ഞു. I feel very proud coming to Kerala. At the same time, I feel very jealous. Why? Because I am proud for that. Kerala people never allowed any communal forces into Kerala, who are role model of India Alliance. UDF is role model for India Alliance. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ടാണ്. 3 ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ മാസം 31-ഓടെ കാലവർഷം കേരളത്തിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്. റമൽ ചുഴലിക്കാറ്റ് കരതൊട്ടതിനു പിന്നാലെ പശ്ചിമ ബംഗാളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ. ചുഴലിക്കാറ്റിനെ തുടർന്ന് ബംഗാളിൽ 2 പേർ മരിച്ചു. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശത്ത് റെഡ് അലേർട്ട് തുടരുകയാണ്. കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ പുനരാരംഭിച്ചു. മണിക്കൂറിൽ 110 മുതൽ 120 കിലോമീറ്റർ വേഗത്തിൽ ബംഗ്ലാദേശിലെ ഖേപ്പൂപ്പറയ്ക്കും ബംഗാളിലെ സാഗർ ദ്വീപിനും മധ്യയാണ് റമൽ ചുഴലിക്കാറ്റ് കരതൊട്ടത്. പലയിടങ്ങളിലും നാശനഷ്ടം വിതച്ചു. കൊൽക്കത്തയിൽ മതിൽ ഇടിഞ്ഞു വീണും നോർത്ത് 24 പർഗാനാസിൽ മരം വീണുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. കൊൽക്കത്ത, ഹൂബ്ലി, ഹൌറ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. സൗത്ത് 24 പർഗാനാസ് ജില്ലയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് 10 ലക്ഷം വരെ ഒഴിപ്പിച്ചതിനാൽ ആളപായം ഉണ്ടാകില്ലെന്ന് ദുരന്ത നിവാരണ സേന അറിയിച്ചു. ഗവർണർ CV ആനന്ദബോസ് ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു. ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു. താൽക്കാലികമായി നിർത്തിവെച്ച കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ പ്രവർത്തനവും ട്രെയിൻ ഗതാഗതവും പുനരാരംഭിച്ചു. കനത്ത മഴയുടെ മുന്നറിയിപ്പ് നൽകിയ അസമിൽ 7 ജില്ലകളിലും ത്രിപുരയിൽ 4 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ഡൽഹി. രാജ്കോട്ടിലെ തീപിടുത്തത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് ഗുജറാത്ത് ഹൈക്കോടതി. സംസ്ഥാന സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ദുരന്തമുണ്ടാകുന്നതുവരെ ഭരണകൂടം ഉറക്കത്തിലായിരുന്നു എന്നും കോടതി ചോദിച്ചു. കത്തിക്കരിഞ്ഞ മൃതദേഹത്തിനിടയിൽ ഉറ്റവരെ തെരഞ്ഞെത്തുന്നവരുടെ വേദനാജനകമായ കാഴ്ചയാണ് രാജ്കോട്ടിലെ സിവിൽ ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ. കാനഡയിൽ നിന്നെത്തിയ അക്ഷയ് ദൊലാരിയെയും ഭാര്യ ഖ്യാതിയും നാട്ടിലെത്തി രജിസ്റ്റർ വിവാഹം ചെയ്തതിന്റെ ആഘോഷ തുടർച്ചയ്ക്കാണ് TRP ഗെയിം സോണിലെത്തിയത്. ഒപ്പമുള്ള നല്ല ജീവിതവും ഡിസംബറിലെ വലിയ വിവാഹ ചടങ്ങുമെല്ലാം സ്വപ്നം കണ്ട നവദമ്പതികളുമുണ്ട് മരിച്ചവരുടെ നീണ്ട പട്ടികയിൽ. തീപിടുത്തത്തിൽ വെന്തുമരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് അറിയാനായി ദുരന്തത്തിൽ കാണാതായവരുടെ ബന്ധുക്കൾ ആശുപത്രി പരിസരത്ത്
നെഞ്ചുരുകി നിൽക്കുന്നു. जो लिस्ट बनाया था ना, ये गेम जोन में एक्सपायर हुआ, उसमें लिस्ट में 5 का नाम ही नहीं है. तो मेरी सरकार से ये निवेदन है, पहले निवेदन में जो 5 का लिस्ट का नाम तो दो. ऐसा ही खून ले लिया, क्यों, कैसे? പല വീടുകളുടെയും പ്രതീക്ഷയാണ് ഒറ്റ ദിവസം കൊണ്ട് കെട്ടുപോയത്. ફેમિલી में નથી बताया, એ ઘૂમને કે लिए ગયા, એ बताया. અત્યારે એના મા બાપ બીમાર પડી ગયા છે, એને કોઈ જાણ નથી કરી, એમ સમજી ગયા. ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത ഗുജറാത്ത് ഹൈക്കോടതി ഇന്ന് സംസ്ഥാന സർക്കാരിനും പ്രാദേശിക ഭരണകൂടങ്ങൾക്കുമെതിരെ ആഞ്ഞടിച്ചു. ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം പലവട്ടം നൽകിയിട്ടും ഒന്നും നടപ്പാവുന്നില്ല. സംസ്ഥാന സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് കോടതി തുറന്നടിച്ചു. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്ന കോടതിയുടെ ചോദ്യത്തിന് തങ്ങളുടെ അറിവോടെയല്ല ഗെയിം സോൺ പ്രവർത്തിച്ചിരുന്നത് എന്നായിരുന്നു രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ മറുപടി. ഇതോടെയാണ് കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശനമുന്നയിച്ചത്. ആവർത്തിക്കുന്ന ഇത്തരം വലിയ ദുരന്തങ്ങൾ ഗുജറാത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ രോഷമാണ് ഉണ്ടാക്കുന്നത്. അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ അധികാരികൾക്ക് കഴിയുന്നുമില്ല. രാജ്കോട്ടിലെ സിവിൽ ആശുപത്രിയിൽ നിന്നും വരുൺ വി നാർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഡൽഹി വിവേക് വിഹാറിൽ 7 നവജാത ശിശുക്കൾ വെന്തുമരിച്ച ആശുപത്രി പ്രവർത്തിച്ചത് അടിമുടി നിയമവിരുദ്ധമായി. അലോപ്പതി ഡോക്ടർക്ക് പകരം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ആയുർവേദ ഡോക്ടർ. രോഗികളെ ചികിത്സിച്ചിരുന്നത് ഉടമയുടെ ദന്ത ഡോക്ടറായ ഭാര്യയാണ്. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വിവേക് വിഹാറിലെ ആശുപത്രി പ്രവർത്തിച്ചത് അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാർച്ച് 31 അവസാനിച്ച ലൈസൻസ് ആശുപത്രി അധികൃതർ പുതുക്കിയിട്ടില്ല. ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരുടെ യോഗ്യത സംബന്ധിച്ചും സംശയങ്ങൾ നിലനിൽക്കുന്നു. സംഭവത്തിൽ നടപടി ശക്തമാക്കിയ പോലീസ് ആശുപത്രി ഉടമ നവീൻ കിഞ്ചി, ഡ്യൂട്ടി ഡോക്ടർ ആകാശ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഡ്യൂട്ടി ഡോക്ടർ ആകാശ് ആയുർവേദ ഡോക്ടർ എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആശുപത്രി ഉടമയുടെ ദന്ത ഡോക്ടറായ ഭാര്യയുടെയും നേതൃത്വത്തിലാണ് ചികിത്സകൾ നടന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുതര വീഴ്ചകൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചതിന് പിന്നാലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ നേരിട്ട് അന്വേഷണം ആരംഭിച്ചു. വിവേക് വിഹാർ ആശുപത്രിയിലുണ്ടായ വീഴ്ചകൾ പരിശോധിക്കാൻ ഡൽഹി ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു. 24 ഡൽഹി. വീട്ടിൽ വിരുന്ന് നടത്തിയിട്ടില്ലെന്ന ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ പ്രതികരണം വരുന്നു. ഡിവൈഎസ്പി വീട്ടിൽ വന്നിട്ടില്ല, എന്നാൽ പരിശോധനയ്ക്കായി പോലീസ് വീട്ടിലെത്തിയിരുന്നു. ആരോപണങ്ങൾക്ക് പിന്നിലെ വസ്തുത അറിയില്ലെന്നും തമ്മനം ഫൈസൽ. DSP എന്റെ വീട്ടിൽ വന്നിട്ടില്ല. എന്താണ് ഇതിന്റെ കഥ എന്ന് സത്യാവസ്ഥ എനിക്ക് അറിയാൻ പാടിപ്പോഴും. എന്റെ വീട്ടിൽ ഇന്നലെ പോലീസ് വന്നിരുന്നു. പോലീസ് വന്നിട്ട് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു, ഞാൻ ചെന്നു. എന്റെ വീട്ടിൽ വെറുതെ വന്നിട്ട് ചോദിച്ചിട്ട് ഒന്ന് വരാൻ പറഞ്ഞു, ഞാൻ ചെന്നു. അപ്പൊ എന്നോട് ആലുവയിലെ കേസാണ് ചോദിച്ചത്. ആലുവയിൽ ഒരു കേക്ക് മുറിച്ച സംഭവമായിട്ട് എന്താണ് അങ്ങനെ അവിടെ പോയിരുന്നു. ഞാൻ പറഞ്ഞു സിനിമക്ക് പോയിരുന്നു, കേക്ക് മുറിച്ചതിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. മുറിച്ചപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കേക്ക് മുറിക്കാൻ പാടില്ലേ? ഞാൻ അവിടെ പോയി, ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു. അത് ചോദിക്കാൻ വേണ്ടി 10 മിനിറ്റ് പോലും ചോദിച്ചില്ല. ഇല്ല, ഇത് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ റെയ്ഡ് നടന്നിട്ടില്ല. ഇതെന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, ഇത് എന്താണ്? നമുക്ക് ശത്രുക്കളൊക്കെ ഉള്ളതാണ്, പലരും പല രീതിയിൽ കളിക്കുകയും. ഇവിടെ എന്തായാലും DSP വന്നല്ല. എബിൻ ജോസ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. എബിൻ, എന്താണ് തമ്മനം? ഉന്മേഷ്, ഡിവൈഎസ്പി വീട്ടിൽ എത്തിയിട്ടില്ല എന്നാണ് തമ്മനം ഫൈസൽ പറയുന്നത്. തന്റെ വീട്ടിൽ അത്തരത്തിലൊരു വിരുന്ന് നടത്തിയിട്ടില്ല. പക്ഷേ പോലീസ് എത്തിയിരുന്നു. പോലീസ് എത്തി ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു, തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഡിവൈഎസ്പി തന്റെ വീട്ടിൽ വന്നിട്ടില്ല എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് തമ്മനം ഫൈസൽ. അതോടൊപ്പം തന്നെ തനിക്കേറെ ശത്രുക്കൾ ഉള്ളതാണ്. ഈ ആരോപണങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് അറിയത്തില്ല. പോലീസാണ് ഇതെല്ലാം കണ്ടെത്തേണ്ടത്. താൻ ആലുവയിൽ ഒരു സ്ഥലത്ത് കേക്ക് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയിരുന്നു. അതല്ലാതെ തന്റെ വീട്ടിൽ വെച്ച് വിരുന്ന് നടത്തുകയോ പോലീസുകാരെത്തുകയോ ചെയ്തിട്ടില്ല. ഈ പിന്നീട് പോലീസ് റെയ്ഡ് നടത്തിയിട്ടുമില്ല എന്നാണ് പറയുന്നത്. പോലീസ് എത്തി ചില കാര്യങ്ങൾ ചോദിച്ചതിനപ്പുറം മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്നാണ് തമ്മനം ഫൈസൽ ഇപ്പോൾ പറയുന്നത്. ശരി, എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഇന്ന് സംഭവിച്ചത് അനുജ രാജേഷ് എത്തും. നമസ്കാരം.